എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കോക്കനട്ട് ഇട്ട ബീഫ് റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ആദ്യമായി ബീഫ് നല്ല വൃത്തിയായി കഴുകിയെടുത്ത് വെക്കുക. കേരള സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ സവാളൊക്കെ ഒഴിവാക്കി ചെറിയ ഉള്ളിയാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് ചെറിയ ഉള്ളി എടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എന്നിവ ചതച്ച് മാറ്റി വെക്കാം. ഒരു ചട്ടി എടുത്ത് മല്ലി, കുരുമുളക്, ജീരകം, വറ്റൽമുളക് എന്നിവ ഇട്ട് വറുത്തെടുക്കുക. അത് തണുത്തതിന് ശേഷം പൊടിച്ച് അത് മാറ്റി വെക്കുക. ബീഫ് ഒരു കുക്കറിലേക്കിട്ട് ചതച്ച് വെച്ചത്, പൊടിച്ചത്, മസാലപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എല്ലാം ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നല്ല രീതിയിൽ കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കുക. അത് കുഴച്ച് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. നമ്മൾക്കത് മൂടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 1 മണിക്കൂറിന് ശേഷം അടുപ്പിലേക്ക് കുക്കർ വെക്കുക, കത്തിക്കുക, വിസിൽ വയ്ക്കുക. നമുക്കൊരു 5 വിസിലടിച്ചതിന് ശേഷം അടുപ്പ് ഓഫ് ചെയ്യുക. കുക്കറിലെ പ്രഷർ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. കുക്കർ തുറന്ന് നോക്കാം. വേറൊരു പാത്രം അടുപ്പിലേക്ക് വെച്ച് എണ്ണ ഒഴിക്കുക. അല്ലെങ്കിൽ ജീരകം ഇടുക, വറ്റൽമുളക് ഇടുക, നാളികേരം ചെറുതാക്കി അരിഞ്ഞത് എന്നിവ ഇട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ചതച്ച് മാറ്റി വെച്ചിരുന്നതും പൊടിച്ച് മാറ്റി വെച്ചിരുന്നതും ചട്ടിയിലേക്ക് ഇടുക. കുറച്ച് മുളക് ചതച്ചത്, മസാലപ്പൊടി, മുളക് പൊടി എന്നിവ ഇട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കളർ ചെറിയ രീതിയിൽ മാറിയതിന് ശേഷം വേവിച്ച് മാറ്റി വെച്ചേക്കുന്ന ബീഫ് അതിലേക്ക് ഇടുക, ഇളക്കി കൊടുക്കുക. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിച്ച് മൂടി വെച്ച് വേവിക്കാം. മൂടി തുറന്ന് ഇടയ്ക്ക് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ കുബൂസ് കൂട്ടിയാണ് കഴിക്കുന്നത്. അപ്പോൾ ബീഫ് റെഡി ആവാറായപ്പോൾ അതിലേക്കൊന്ന് ഇട്ടതാണ്. കുബൂസ് അതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെക്കുക. അപ്പോൾ കുബൂസിലേക്ക് ചൂടും കയറും, ഈ ബീഫിൻ്റെയും ആയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. ഒന്ന് ട്രൈ ചെയ്യുക. നല്ല ടേസ്റ്റായിട്ടുള്ള കേരള സ്റ്റൈൽ ബീഫ് റോസ്റ്റ് വിത്ത് കോക്കനട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. താങ്ക് യു.